വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 12 സീറ്റുകളിലാണ്. ഇതിൽ 2 സിറ്റിംഗ് കൌൺസിലർമാരും യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ കോണിക്ക് പകരം കുടച്ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ കൊടുവള്ളി നഗരസഭയിലടക്കം LDF സ്വതന്ത്ര ചിഹ്നത്തെയാണ് ആശ്രയിക്കുന്നത് എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് സർവ്വസാധാരണമാണ് എന്നുമാണ് മുസ്ലിം ലീഗിന്റെ മറുപടി. 12 സീറ്റുകളിൽ 6 എണ്ണത്തിലാണ് മുസ്ലിം ലീഗ് കൽപ്പറ്റയിൽ കോണി കൈവിട്ടത്. പകരം കുടയാണ് ചിഹ്നം. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് MP നവാസ് ഉൾപ്പെടെ കുട ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 9ാം ഡിവിഷനായ ഗൂഡലായിൽ നിന്നാണ് നവാസ് ജനവിധി തേടുന്നത്. സിറ്റിംഗ് കൌൺസിലർമാരായ ഷരീഫ ടീച്ചർ ഡിവിഷൻ 10 നിന്നും സാജിദ മജീദ് ഡിവിഷൻ 26 നിന്നും ജനവിധി തേടുകയാണ്. ഇവരും മത്സരിക്കുന്നത് കുട ചിഹ്നത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ലക്ഷ്യമിട്ടുള്ള ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് LDF ആരോപണം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രഹസ്യധാരണയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങളാണ് ഈ കൊടയൊക്കെ. ആ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പന മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഈ വാർഡുകളൊക്കെ ജമാഅത്തിന്റെ കാൻഡിഡേറ്റ് നേരത്തെ വന്നിരുന്നു, അവരൊക്കെ നോമിനേഷൻ പിൻവലിച്ചിട്ടുണ്ട്. കൊടുവള്ളി നഗരസഭയിലേതുൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന് മറുപടി നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്ന LDF വാദത്തെ നേതാക്കൾ തള്ളുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി കൂടുതലായിട്ടുള്ള പ്രദേശത്ത് പോലും കോണി ചിഹ്നത്തിലാണ് എന്താക്കുന്നത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ പ്രഖ്യാപിച്ച ആളുകളാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ പേടിച്ചുകൊണ്ട് ചിഹ്നം മാറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ UDFനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ നിലവിലില്ല. കൊടുവള്ളിയിൽ ഇപ്പോൾ CPMന്റെ മുഴുവൻ ആളുകളും കുപ്പിയും ക്ലാസ്സിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു തന്ത്രപരമായ കൊണ്ട് നീക്കങ്ങൾ പല ഭാഗത്ത് നടക്കാറുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോഴും വീറുറ്റ മത്സരമാണ് കൽപ്പറ്റ നഗരസഭയിൽ നടക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് UDFും അട്ടിമറി ലക്ഷ്യം വെച്ച് LDFും പ്രചാരണ രംഗത്ത് സജീവം. സാന്നിധ്യമറിയിക്കാൻ BJPയും കളത്തിലുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.